ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ. അപ്പൊ ഈ ഒരു ത്രികോണപ്പരപ്പ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് അധികവും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ചോദിച്ചു വരുന്നത്. അപ്പൊ ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായി, അതുപോലെ തന്നെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അറിയാം നിങ്ങൾക്ക് ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് അറിയാം, പക്ഷെ ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നും നമുക്ക് പഠിച്ചു നോക്കാം. അപ്പൊ ഒരുപാട് രീതിയിൽ പല രീതിയിൽ വരയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്റെ രീതിയിൽ അല്ലെ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് ചോദ്യം വായിച്ചു നോക്കിക്കടാ. ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാം അല്ലെ. ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു അടാ? ഏരിയ ഈസ് ഈക്വൽ ടു അല്ലെ. ഏരിയ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഒരു മിനിറ്റ്, 1.7 ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു അടാ? ഹാഫ് ബി എച്ച് ആയിരുന്നു. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. ഇവിടെ ബേസ് ആയിട്ട് കൊടുത്തത് ആരാണ്? യെസ്, 7 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ പിക്ചറിലേക്ക് നല്ലോണം ശ്രദ്ധിക്കുക. ആ ട്രയാംഗിളിന്റെ ബേസ് ആയിട്ട് കിടക്കുന്നത് 7 ആണ്. ഹൈറ്റ് ആയിട്ട് കിടക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ബേസും അതുപോലെ ഹൈറ്റും കൊടുക്കാം അല്ലെ. എന്ത് വരും? ഹാഫ് ഇൻറ്റു 7 ഇൻറ്റു 4. അപ്പൊ വെട്ടിക്കളയാനുള്ളവർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. 4ലെ 2 തവണ പോകുമെന്നറിയാം. സോ എനിക്ക് എന്ത് ചെയ്യാം? 7 ഇൻറ്റു 2 ചെയ്താൽ ആൻസർ കിട്ടും അല്ലെ. 7 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്റെ ഏരിയ. ആൻസർ എനിക്ക് ഏരിയ കിട്ടി. ഞാൻ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ? എന്താണ് ബി ക്വസ്റ്റ്യൻ? ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കുക. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഇതേ പരപ്പളവുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് 90 ഡിഗ്രി മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതേ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ പരപ്പളവ് മാറാൻ പാടില്ല. അപ്പൊ നമുക്ക് ബേസ് 7 ഹൈറ്റ് 4 അല്ലാതെ മറ്റേത് അളവിലാണ് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഇതേ പരപ്പളവിൽ വരയ്ക്കാൻ പറ്റുക? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബേസ് 14 അതുപോലെ തന്നെ ഹൈറ്റ് 2 സെന്റിമീറ്ററും എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. ആംഗിൾ മസ്റ്റ് ബി എന്തായിരിക്കണം? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ 14 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. ദെൻ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 90 ഡിഗ്രി മുകളിലേക്ക് എത്ര എടുക്കുക? 2 സെന്റിമീറ്റർ ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെയും എന്ത് മാറുന്നില്ല? ഏരിയ മാറുന്നില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലെ. ഇവിടെ നോക്കിക്കേടാ, ഹാഫ് ഇൻറ്റു ബി എത്രയാ? 14 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 2 വരും. അപ്പൊ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ആളാണ് 2 ക്യാൻസൽ ചെയ്താൽ ആൻസർ 14 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കണ്ടോ, ഏരിയ മാറാതെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റി? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനി അടുത്ത ചോദ്യം കുറച്ചുകൂടെ ഒന്ന് വരയ്ക്കാൻ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? ഇതേ പരപ്പളവുള്ളതും അപ്പൊ പരപ്പളവ് ഇതിൽ മാറുന്നേ ഇല്ല. ഇതേ ഏരിയ ഉള്ളതും അതുപോലെ ഒരു കോൺ മട്ടത്തേക്കാൾ വലുതുമായിട്ടുള്ളത്. ഒരു കോൺ മട്ടം അല്ലെ 90 ഡിഗ്രിനേക്കാൾ വലിയതായിരിക്കണം. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ടുള്ള ഒരു എന്ത് വേണം? ട്രയാങ്കിൾ വരയ്ക്കണം. സോ ഇത് അധികം ആളുകളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടെ മുന്നോട്ടെത്തി കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ബേസിന് നേരെ പാരലൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈറ്റില് ഒരു ലൈൻ വരയ്ക്കുന്നത് കാണാം. ആ രീതിയിൽ വരച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് വരച്ചു നോക്കിയാലോ? അപ്പൊ വരച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അറിയാത്ത ആൾക്കാർ കൃത്യമായിട്ട് ഞാൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ സ്കെയിലും പെൻസിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇരുന്നോളാം. അപ്പൊ കൂടെ വരച്ചു കഴിഞ്ഞാൽ വേഗം സിമ്പിൾ ആയിട്ട് എന്റെ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഏരിയ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസും അതേപോലെ ഹൈറ്റും മാറാതെ തന്നെ എടുക്കുന്നുണ്ട്. സോ ബേസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എപ്പോഴും ഏരിയ 14 ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നീളത്തിൽ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബേസ് ആയിട്ട് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തോളാം. കാര്യം 7 സെന്റിമീറ്റർ നമുക്ക് മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് ലൈനില് ഈ 7 സെന്റിമീറ്റർ വരച്ചത് കേട്ടോ. റെഡ് ലൈൻ എത്രയാണ്? 7 സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. കണ്ടോ, 7 സെന്റിമീറ്റർ. ഇനി എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 90 ഡിഗ്രി കുത്തനെ എന്ത് ചെയ്യണം? എനിക്ക് 4 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. സോ 90 ഡിഗ്രിയിൽ 9 സെന്റിമീറ്റർ അല്ല കേട്ടോ, 90 ഡിഗ്രിയിൽ കറക്റ്റ് ഞാൻ എന്ത് ചെയ്തു?
അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ അവിടെ ഞാൻ 4 സെന്റിമീറ്റർ കേട്ടോ, 4 സെന്റിമീറ്റർ കറക്റ്റായിട്ട് 4 സെന്റിമീറ്റർ എനിക്ക് എന്ത് വേണം, കുത്തനെ ഒരു ലൈന് വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ 4 സെന്റിമീറ്റർ കുത്തനെ ഒരു ലൈന് വരയ്ക്കുന്നേ? എടാ നമ്മളെ ഹൈറ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഹൈറ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കറക്റ്റ് കുത്തനെ ഒരു ലൈൻ എടുക്കുന്നത്. ഓക്കെ, റെഡി? ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ദേ നമ്മളുടെ ഈ ഒരു താഴെയുള്ള ബേസിന് പാരലൽ ആയിട്ട് ആ 4 സെന്റിമീറ്ററിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ദേ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കണ്ടോ, പാരലൽ ആയിട്ട് നേരെ എന്ത് ചെയ്തു, ഞാൻ ഒരു ലൈൻ വരച്ചു. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈറ്റ് മാറിയാൽ നമ്മളുടെ ട്രയാങ്കിളിന്റെ ഏരിയയും എന്ത് ചെയ്യും, മാറിപ്പോവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഹൈറ്റ് കറക്റ്റ് ആണ്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഒരു എഡ്ജിലെ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ അത് മുകളിൽ വരച്ച പാരലൽ ആയിട്ടുള്ള ആ ലൈനിൽ ടച്ച് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് തന്ന കണ്ടീഷൻ എന്താണ്, 90 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾ ആയിരിക്കണം. സോ ഞാൻ വരയ്ക്കാൻ പോകുന്ന 90 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾ. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചാൽ എങ്ങനെ ഇരിക്കും ഇവിടെ? ദേ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടോ ഇവിടെ നമ്മൾ എടുക്കുന്ന ആംഗിൾ എന്താണ്, ബേസിനേക്കാളും എന്താണ്, കണ്ടോ നിങ്ങൾ കറക്റ്റ് 90 ഡിഗ്രി ഇവിടെയാണ് ഉണ്ടായിരിക്കുക. സോ 90 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വലുതാക്കിയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിള് വരച്ചെടുത്തു. ഇപ്പൊ ഈ ബ്ലൂ കളറിലെ ലൈൻസിൽ കാണുന്ന ട്രയാങ്കിൾ ആണ് 90 ഡിഗ്രിനേക്കാൾ വലിയ, ഏരിയ മാറാത്ത. കണ്ടോ ഇതിന്റെ ബേസ് എത്രയാണ്, 7 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് 4 സെന്റിമീറ്റർ ആണ്. സോ അതിന്റെ ഏരിയ മാറുന്നില്ല, പക്ഷെ അതിന്റെ ആംഗിൾ 90 ഡിഗ്രിനേക്കാൾ വലുതാണ്. സോ ഇതുപോലുള്ള ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കള് മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് അല്ലെ, ഇത്തരത്തിലുള്ള ആംഗിൾസ് നിങ്ങൾ വരച്ച് പഠിക്കണം. എടാ വരച്ചാലേ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര സിമ്പിൾ ആണ്, എനിക്ക് എക്സാമില് വരയ്ക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യാതെ പോവരുത്, വരച്ച് പഠിച്ചിട്ട് തന്നെ പോവാം. സോ എന്റെ മക്കളെ എല്ലാവരും ഇപ്പൊ എന്താക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഏത് തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പം എൻഡ് ഗെയിം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എൻഡ് ഗെയിം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും USS എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ വരുന്ന ആനുവൽ എക്സാമിനാണെങ്കിലും ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വേണ്ടേ. സോ അതൊക്കെ നമ്മൾ എൻഡ് ഗെയിമിൽ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്റെ മക്കൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ചെറിയൊരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഓഫർ പ്രൈസ് ആണ്, എന്റെ മക്കൾ മറക്കണ്ട. ഈ ഒരു വർഷത്തേക്ക് ഇത്രയും ചെറിയ പൈസയാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാറും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ നമ്മളെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം. ബൈ ബൈ.